പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ MA മലയാളത്തിലെ വൈദേശിക സാഹിത്യ സിദ്ധാന്തങ്ങൾ എന്ന പേപ്പറാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുൻവർഷ പരീക്ഷയിലെ ചോദ്യപേപ്പറുകളിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം, മാർക്സിയൻ വിമർശന പദ്ധതി വിവരിക്കുക. കാരൽ മാർക്സ് തൻ്റെ പുരോഗമന ആശയങ്ങളിലൂടെ ക്ലാസിക്കൽ മാർക്സിയൻ വിമർശനത്തിന് അടിത്തറ പാകി. കാരൽ മാർക്സ് ആണ് ക്ലാസിക്കൽ മാർക്സിയൻ വിമർശനത്തിന് അടിത്തറ പാകിയത്. സാഹിത്യവും കലയും കേവലം യാഥാർത്ഥ്യത്തിൻ്റെ പ്രതിഫലനങ്ങളല്ല, മറിച്ച് ഭരണവർഗം അവരുടെ ആധിപത്യം നിലനിർത്താൻ ഉപയോഗിക്കുന്ന ശക്തമായ ഉപകരണങ്ങളാണെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ കണ്ണിലൂടെ ഓരോ കവിതയും നോവലും ചിത്രവും അടിച്ചമർത്തപ്പെട്ടവരുടെ വിമോചനത്തിനായുള്ള പോരാട്ടത്തിൻ്റെ യുദ്ധക്കളമായി മാറി. കാരൽ മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ശ്രദ്ധേയമായ കൃതിയാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ. തൊഴിലാളി വർഗത്തെക്കുറിച്ചുള്ള ആധികാരിക ഗ്രന്ഥമാണിത്. സാഹിത്യത്തെക്കുറിച്ചുള്ള കൃത്യമായ നിരീക്ഷണവും ഈ ഗ്രന്ഥത്തിലുണ്ട്. കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോയിൽ നിന്നാണ് മാർക്സിയൻ നിരൂപണ പദ്ധതിയെ നിരൂപകർ രൂപപ്പെടുത്തിയെടുത്തത്. എല്ലാ കാലത്തും ഈ നിരൂപണ പദ്ധതി നവീകരിക്കപ്പെടുന്നുണ്ട്. കാരൽ മാർക്സും എംഗൽസും കവിതയെക്കുറിച്ച് ചില ചിന്തകൾ പങ്കുവെക്കുന്നുണ്ട്. വിശ്രമവേളയിൽ നിന്നല്ല കവിത ഉണ്ടാകുന്നത്, സംഘം ചേർന്നുള്ള അധ്വാനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് കവിത. വിശ്രമവേളയിൽ നിന്നല്ല കവിത ഉണ്ടാകുന്നത്, മറിച്ച് സംഘം ചേർന്നുള്ള അധ്വാനത്തിൻ്റെ ഫലമായി രൂപം കൊള്ളുന്നതാണ് കവിത. ആദ്യകാലത്ത് മനുഷ്യർ അധ്വാനിച്ചിരുന്നത് സംഘം ചേർന്നായിരുന്നു. അധ്വാനത്തിൻ്റെ ഭാരം ലഘൂകരിക്കുന്നതിനായി തൊഴിലാളികൾ അർത്ഥരഹിതമായ ചില പ്രയോഗങ്ങൾ ഒന്നായി പ്രയോഗിച്ചിരുന്നു. കുറേ നാൾ പിന്നിട്ടപ്പോൾ അർത്ഥരഹിതമായ പ്രയോഗങ്ങൾക്ക് അർത്ഥപരിവേഷം ലഭിക്കുകയും കവിതയുടെ പ്രധാന ഘടകം അതിലെ വൃത്തസാന്നിധ്യമാണെന്നും മാർക്സും എംഗൽസും അഭിപ്രായപ്പെടുന്നുണ്ട്. ഇത് വായനക്കാരെ ആകർഷിക്കുന്നു. സാമൂഹിക ഘടനയുമായി ബന്ധപ്പെടുത്തിയാണ് മാർക്സിയൻ സൗന്ദര്യശാസ്ത്രം രൂപപ്പെടുത്തിയത്. സാഹിത്യം എന്ന് പറയുന്നത് സർവ്വജനതയ്ക്കും അവകാശപ്പെട്ട ഒന്നാണ്. സാഹിത്യം സർവ്വജനതയ്ക്കും അവകാശപ്പെട്ട ഒന്നാണ്. അത് വരേണ്യവർഗത്തിന് മാത്രം സംവരണം ചെയ്യപ്പെട്ട ഒന്നല്ല. അതുകൊണ്ട് സാഹിത്യം ദുർഗ്രഹമാകാൻ പാടില്ല. ആദ്യകാല മാർക്സിയൻ ചിന്തകൾ റിയലിസത്തോട് താൽപ്പര്യം കാട്ടി. പ്ലഹനോവ് എന്ന ചിന്തകനാണ് മാർക്സിയൻ സൗന്ദര്യശാസ്ത്രത്തിന് അടിത്തറ പാകിയത്. ജോർജ് ലൂക്കാച്ചിൻ്റെ സൗന്ദര്യ ദർശനവും റിയലിസത്തോട് താൽപ്പര്യം പ്രകടിപ്പിക്കുന്ന ഒന്നായിരുന്നു. യൂറോപ്പിലെ റിയലിസ്റ്റിക് കൃതികളെയാണ് ലൂക്കാച്ച് നിരൂപണ വിധേയമാക്കിയിട്ടുള്ളത്. ലൂക്കാച്ചിൻ്റെ അടിസ്ഥാന സിദ്ധാന്തം അറിയപ്പെടുന്നത് പ്രതിഫലന സിദ്ധാന്തം എന്നാണ്, റിഫ്ലക്ഷൻ തിയറി എന്നാണ്. അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തിൻ്റെ പേര് റിഫ്ലക്ഷൻ തിയറി അല്ലെങ്കിൽ പ്രതിഫലന സിദ്ധാന്തം. ആരാണ്? ലൂക്കാച്ച്. സമൂഹത്തിൻ്റെ സത്യസന്ധമായ പ്രതിഫലനമായിരിക്കണം സാഹിത്യത്തിൽ ഉണ്ടാകേണ്ടത്. സമൂഹത്തിൻ്റെ സത്യസന്ധമായ പ്രതിഫലനമാണ് സാഹിത്യത്തിൽ ഉണ്ടാകേണ്ടത്. സാമൂഹിക ജീവിതത്തിൻ്റെ ആന്തരിക യാഥാർത്ഥ്യം സാഹിത്യത്തിൽ പ്രതിഫലനമാകണം. സാമൂഹിക ജീവിതത്തിൻ്റെ ആന്തരിക യാഥാർത്ഥ്യം സാഹിത്യത്തിൽ പ്രതിഫലനമാകണം. സമൂഹത്തെ സംബന്ധിച്ച് വൈരുദ്ധ്യാത്മകവും ചലനാത്മകവുമായ യാഥാർത്ഥ്യങ്ങളുടെ സമഗ്രതയാണ് സാഹിത്യത്തിലൂടെ പ്രതിഫലനമാകേണ്ടത്. ഇത്തരത്തിൽപ്പെട്ട കൃതികളെയാണ് മാർക്സിയൻ സൗന്ദര്യശാസ്ത്രം ഇഷ്ടപ്പെടുന്നത്. കാൾ മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും ചിന്താ പദ്ധതികളിൽ നിന്ന് രൂപപ്പെട്ട വിമർശന രീതിയാണ് ക്ലാസിക്കൽ മാർക്സിസം. ഇവർ തങ്ങളുടെ കൃതികളിലൂടെ അവതരിപ്പിച്ച സാമ്പത്തിക, ദാർശനിക, സാമൂഹിക സിദ്ധാന്തങ്ങൾ ഈ ചിന്താ പദ്ധതിയെ സ്വാധീനിക്കുകയുണ്ടായി. അടിത്തറ, മേൽപ്പുര എന്ന സങ്കല്പം ഇതിൻ്റെ അടിസ്ഥാനപരമായ ആശയങ്ങളിൽ ഒന്നാണ്. അന്യവൽക്കരണം, വർഗബോധം, വർഗസമരം, ചരിത്രപരമായ ഭൗതികവാദം എന്നിവയെല്ലാം ഈ വിമർശന രീതിയിൽ ഉൾപ്പെടുന്നു. ഒന്നുകൂടി പറയാം.
അടിത്തറ, മേൽപ്പുര എന്ന സങ്കല്പം, അതുപോലെ തന്നെ അന്യവൽക്കരണം, വർഗബോധം, വർഗസമരം, ചരിത്രപരമായ ഭൗതികവാദം, ഇതെല്ലാം ഈ വിമർശന രീതിയിൽ ഉൾപ്പെടുന്നവയാണ്. ഇതുവരെ നിലവിലുള്ള എല്ലാ സമൂഹത്തിൻ്റെയും ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണ് എന്ന് കാൾ മാർക്സ് പ്രഖ്യാപിക്കുന്നുണ്ട്. ഇതുവരെ നിലവിലുള്ള എല്ലാ സമൂഹത്തിൻ്റെയും ചരിത്രം വർഗസമരങ്ങളുടെ ചരിത്രമാണ്. 1884 കാൾ മാർക്സും എംഗൽസും ചേർന്ന് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ പ്രസിദ്ധീകരിച്ചത്. ഉപരിഘടനയും അടിത്തറയും തമ്മിലുള്ള ബന്ധം വൈരുദ്ധ്യാത്മകമായ ഒന്നായി കണക്കാക്കപ്പെടുന്നുവെന്ന് മാർക്സ് നിരീക്ഷിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം, കാൽപ്പനിക വിമർശനത്തിൻ്റെ അപജയ കാരണങ്ങൾ എന്തൊക്കെയെന്ന് ചർച്ച ചെയ്യുക. 19-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭം, തീക്ഷ്ണമായ ആദർശവാദം, പ്രകൃതിയുടെ ആഘോഷം, സാമൂഹിക മാനദണ്ഡങ്ങളുടെ പരിമിതികൾക്കെതിരായ കലാപം എന്നിവ നിറഞ്ഞ ഒരു കാലഘട്ടം ആയിരുന്നു. തീവ്രമായ വികാരം, വ്യക്തിത്വം, പ്രകൃതി ലോകവുമായുള്ള ആഴത്തിലുള്ള ബന്ധം എന്നിവയാൽ സവിശേഷതയുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു റൊമാൻറ്റിസിസം അഥവാ കാൽപ്പനികത. 19-ാം നൂറ്റാണ്ട് പുരോഗമിക്കുമ്പോൾ ഈ കാൽപ്പനിക ചൈതന്യം ക്ഷയിക്കാൻ തുടങ്ങി. അതാണ് വിക്ടോറിയൻ കാലഘട്ടം എന്ന് അറിയപ്പെടുന്നത്. കൂടുതൽ പ്രായോഗികവും സാമൂഹിക ബോധവുമുള്ളതായ ഒരു കാലഘട്ടം ആവിർഭവിച്ചു. വ്യാവസായിക വിപ്ലവമാണ് ഇക്കാലത്ത് സംഭവിച്ചത്. മുതലാളിത്തവും നഗരവൽക്കരണവും സമൂഹത്തിൽ പുതിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. സാംസ്കാരികമായി പ്രതിസന്ധി നേരിട്ട കാലമായിരുന്നു ഇത്. പ്രകൃതി, വികാരം, വ്യക്തിവാദം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച കാൽപ്പനികതയ്ക്ക് നഗരവൽക്കരണത്തിൻ്റെയും വ്യാവസായിക വികാസത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പ്രസക്തി നഷ്ടപ്പെട്ടു. പ്രകൃതി, വികാരം, വ്യക്തിവാദം എന്നിവയിലാണ് കാൽപ്പനികത ശ്രദ്ധിച്ചിരുന്നത്. ഈ സമയത്താണ് നഗരവൽക്കരണവും വ്യാവസായിക വികാസവുമെല്ലാം വരുന്നത്. അതോടെ കാൽപ്പനികതയ്ക്ക് അപജയം സംഭവിച്ചു. നഗരങ്ങളുടെ വളർച്ച പ്രകൃതിയിൽ നിന്നുള്ള വേർപിരിയലിലേക്ക് നയിച്ചു. ഇത് കാൽപ്പനിക സാഹിത്യത്തിലും കലയിലും ഒരു കേന്ദ്ര വിഷയമായിരുന്നു. നഗരജീവിതം അതിനൊപ്പം പുതിയ വെല്ലുവിളികളും അനുഭവങ്ങളും കൊണ്ടുവന്നു. അവ കാൽപ്പനിക പ്രസ്ഥാനം ഉയർത്തിപ്പിടിച്ച മൂല്യസങ്കല്പങ്ങളിൽ നിന്നും ജീവിത വീക്ഷണങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരുന്നു. സമൂഹം കൂടുതൽ വ്യാവസായികവൽക്കരിക്കപ്പെടുകയും നഗരവൽക്കരിക്കപ്പെടുകയും ചെയ്തപ്പോൾ സാഹിത്യത്തിലും കലയിലും റിയലിസത്തിലേക്ക് ഒരു മാറ്റമുണ്ടാകുന്നു. സമൂഹം കൂടുതൽ വ്യവസായവൽക്കരിക്കപ്പെടുകയും നഗരവൽക്കരിക്കപ്പെടുകയും ചെയ്തപ്പോൾ സാഹിത്യത്തിലും കലയിലും റിയലിസത്തിലേക്ക് ഒരു മാറ്റമാണ് ഉണ്ടാകുന്നത്. കാൽപ്പനികതയിൽ ആദർശവൽക്കരിക്കപ്പെട്ടതും പലപ്പോഴും അതിശയിപ്പിക്കുന്നതുമായ ലോകങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ദൈനംദിന ജീവിതത്തെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും കൃത്യതയോടെയും വിശദാംശങ്ങളുടെയും ചിത്രീകരിക്കാൻ റിയലിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് കഴിഞ്ഞു. ഒന്നും കൂടി പറഞ്ഞാൽ, കാൽപ്പനികതയിൽ ആദർശവൽക്കരിക്കപ്പെട്ടതും പലപ്പോഴും അതിശയിപ്പിക്കുന്നതുമായ ലോകങ്ങളായിരുന്നുവെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തമായി ദൈനംദിന ജീവിതത്തെയും സാമൂഹിക യാഥാർത്ഥ്യങ്ങളെയും കൃത്യതയോടെയും വിശദാംശങ്ങളുടെയും ചിത്രീകരിക്കുകയായിരുന്നു റിയലിസ്റ്റുകൾ ചെയ്തത്. വിപ്ലവങ്ങളും ദേശീയ പ്രസ്ഥാനങ്ങളും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ കാലഘട്ടത്തിലാണ് റൊമാൻറ്റിക് പ്രസ്ഥാനം അഭിവൃദ്ധി പ്രാപിച്ചത്. സാംസ്കാരിക അഭിരുചികളും മുൻഗണനകളും പരിവർത്തന വിധേയമായി. വ്യക്തിഗത വികാരങ്ങൾക്കും ഭാവനയ്ക്കും ഊന്നൽ നൽകുന്ന കാൽപ്പനിക നിലപാടുകളേക്കാൾ പ്രസക്തി സാമൂഹികമായും രാഷ്ട്രീയമായും ഇടപഴകുന്ന കലയുടെയും സാഹിത്യത്തിൻ്റെയും രൂപങ്ങൾക്ക് കൈവന്നു. പുതിയ കലാപ്രസ്ഥാനങ്ങൾ ഉയർന്നു വരികയും സാമൂഹിക മൂല്യങ്ങൾ മാറുകയും ചെയ്തു. വ്യക്തിഗത വികാരങ്ങൾക്കും ഭാവനയ്ക്കും ഊന്നൽ നൽകുന്ന കാൽപ്പനിക നിലപാടുകളേക്കാൾ മികച്ചത് സാമൂഹികമായും രാഷ്ട്രീയമായും ഇടപഴകുന്ന കലയുടെയും സാഹിത്യത്തിൻ്റെയും രൂപങ്ങളായിരുന്നു. വ്യത്യസ്ത ശൈലികളിലേക്കും പ്രയോഗങ്ങളിലേക്കും ആകർഷിക്കപ്പെട്ട പ്രേക്ഷകരിൽ നിന്ന് കാൽപ്പനികത ക്രമേണ അകന്നുപോയി. ഒരു പ്രബലമായ സാംസ്കാരികവും
കലാപരവുമായ പ്രസ്ഥാനം എന്ന നിലയിൽ റൊമാൻറ്റിസിസം താഴേക്ക് പോയി എന്ന് പറയാം. എന്നിരുന്നാലും റൊമാൻറ്റിക് ആദർശങ്ങൾ പിന്നീടുള്ള കലാപരമായ പ്രസ്ഥാനങ്ങളെ സ്വാധീനിച്ചും ഇന്നും വിവിധ ആവിഷ്കാര രൂപങ്ങളിൽ അനുരണനം തുടർന്നു പോരുന്നു. വേർഡ്സ്വർത്ത്, കോൾറിഡ്ജ് എന്നിവർ അവതരിപ്പിച്ച കാൽപ്പനികതയുടെ രീതിശാസ്ത്രങ്ങളെ നിഷേധിച്ച നിരൂപകരായിരുന്നു മാത്യു അർണോൾഡ്, ഓസ്കാർ വൈൽഡ്, വാൾട്ടർ പേറ്റർ എന്നിവർ. കാൽപ്പനികതയ്ക്ക് ശേഷമുള്ള കാലഘട്ടത്തെയാണ് വിക്ടോറിയൻ കാലഘട്ടം എന്ന് വിളിക്കുന്നത്. മൂന്നാമത്തെ ചോദ്യം, മാർക്സിസത്തെക്കുറിച്ചുള്ള ലൂക്കാച്ചിൻ്റെ നിരീക്ഷണങ്ങൾ എന്തെല്ലാം? വിശദീകരിക്കുക. ഹംഗേറിയൻ എഴുത്തുകാരനായ ലൂക്കാച്ച് അറിയപ്പെടുന്ന മാർക്സിയൻ എഴുത്തുകാരനും ലാവണ്യ ശാസ്ത്രകാരനുമാണ്. പാശ്ചാത്യ മാർക്സിസത്തിൻ്റെ സ്ഥാപകനായി അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ലൂക്കാച്ച് മാർക്സിയൻ എഴുത്തുകാരനാണ്, ലാവണ്യ ശാസ്ത്രകാരനാണ്, ഒരു ഹംഗേറിയൻ എഴുത്തുകാരനാണ്. ലെനിൻ്റെ ആശയങ്ങളോടായിരുന്നു അദ്ദേഹത്തിന് കൂടുതൽ പ്രിയം. മാർക്സിസം ചരിത്ര പുരോഗതിക്ക് ഉതകുന്ന പ്രത്യയ ശാസ്ത്രമാണ്, ചിന്തയിൽ അധിഷ്ഠിതമാണ് ലൂക്കാച്ചിൻ്റെ സാഹിത്യ നിരീക്ഷണം. മാർക്സിസം ചരിത്ര പുരോഗതിക്ക് ഉതകുന്ന പ്രത്യയശാസ്ത്രമാണ്. സ്റ്റാലിൻ്റെ ആശയത്തോടും ചിന്തയോടും അദ്ദേഹം നിരന്തരം കലഹിച്ചു. സോഷ്യലിസത്തിന് വേണ്ടി മാത്രം വാദിക്കുകയാണ് കലാകാരൻ ലക്ഷ്യമെന്ന് സ്റ്റാലിൻ വാദിച്ചു. ഇതിനെ നിരാകരിക്കുകയാണ് ലൂക്കാച്ച് ചെയ്തത്. സമൂഹത്തിലെ സത്യം ഏത് എതിർപ്പുകൾക്കിടയിലും തുറന്നു പറയാൻ ശ്രമിക്കുന്നവനാണ് എഴുത്തുകാരൻ. സമൂഹത്തിലെ സത്യം ഏത് എതിർപ്പുകൾക്കിടയിലും തുറന്നു പറയാൻ ശ്രമിക്കുന്നവരായിരിക്കണം നല്ല എഴുത്തുകാരെന്ന് ലൂക്കാച്ച് പറയുന്നു. എഴുതാൻ കഴിയുന്നവൻ മനുഷ്യനെയും അവൻ്റെ ജീവിത സാഹചര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. എഴുതാൻ കഴിയുന്നവൻ മനുഷ്യനെയും അവൻ്റെ ജീവിത സാഹചര്യങ്ങളെയും കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. കലാപ്രവർത്തനത്തെ ക്രിട്ടിക്കൽ റിയലിസം എന്നും സോഷ്യലിസ്റ്റ് റിയലിസം എന്നും അദ്ദേഹം രണ്ടായി തിരിച്ചിട്ടുണ്ട്. ലോകത്തെയും സത്യത്തെയും മനസ്സിലാക്കാൻ മനുഷ്യനെ സഹായിക്കുന്നത് റിയലിസത്തിൽ അധിഷ്ഠിതമായ കല മാത്രമാണ് എന്ന് ലൂക്കാച്ച് പറയുന്നു. ലോകത്തെയും സത്യത്തെയും മനസ്സിലാക്കാൻ മനുഷ്യനെ സഹായിക്കുന്നത് റിയലിസത്തിൽ അധിഷ്ഠിതമായ കല മാത്രമാണ്. ഉള്ളടക്കത്തെ യഥാർത്ഥമോ ചരിത്രപരമോ വ്യക്തിപരമോ ആയ വസ്തുതയെ സാകല്യാവസ്ഥയിൽ പരിവർത്തനം ചെയ്യുമ്പോൾ കലയുണ്ടാകുന്നു എന്ന മാർക്സിസ്റ്റ് വീക്ഷണത്തെ ലൂക്കാച്ച് പിന്തുണച്ചു. മനുഷ്യജീവിതത്തിൻ്റെ സാകല്യാവസ്ഥയെ പിടിച്ചെടുക്കുന്നവനും അതിനെ പുനരാവിഷ്കരിക്കുന്നവനുമാണ് മഹാനായ കലാകാരൻ. മനുഷ്യജീവിതത്തിൻ്റെ സാകല്യാവസ്ഥയെ പിടിച്ചെടുക്കുന്നവനും അതിനെ പരിഷ്കരിക്കുന്നവനുമാണ് മഹാനായ കലാകാരൻ എന്ന് അദ്ദേഹം. മുതലാളിത്ത വ്യവസ്ഥിതിയുടെ ഫലമായ അന്യവൽക്കരണം കൊണ്ട് സമുദായത്തിൽ സാമാന്യമായതും സവിശേഷമായതും വ്യക്തിനിഷ്ഠമായതും തമ്മിൽ അകലുമ്പോൾ വലിയ കലാകാരൻ അവയെ ഒരുമിച്ച് ചേർത്ത് സാകല്യാവസ്ഥയുണ്ടാക്കുന്നു. അങ്ങനെ സമുദായത്തിൻ്റെ സങ്കീർണതയുള്ള സാകല്യാവസ്ഥയുടെ പ്രതിഫലനമായി തീരുന്നു നോവൽ. ഇതിനെയാണ് ലൂക്കാച്ച് റിയലിസം എന്ന് വിളിക്കുന്നത്. അപ്പം സാമൂഹിക സത്യം ആവിഷ്കരിക്കുന്നവനാണ് കലാകാരൻ എന്ന് അദ്ദേഹം പറയുന്നു. സാമൂഹിക സത്യം ആവിഷ്കരിക്കുന്നവനാണ് കലാകാരൻ. ലോകത്തെയും സത്യത്തെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് റിയലിസ്റ്റിക് കഥ. ലോകത്തെയും സത്യത്തെയും മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് റിയലിസ്റ്റിക് കല. ബൽസാക്കും ടോൾസ്റ്റോയും ഷേക്സ്പിയറുമെല്ലാം റിയലിസ്റ്റിക് ആണ് എന്നാണ് ലൂക്കാച്ച് പറയുന്നത്. സോഷ്യലിസ്റ്റ് കല സാക്ഷാത്കരിക്കേണ്ട ഒരു ആദർശമാണ്. നാച്ചുറലിസത്തോട് അദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചു. നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന വസ്തുതകൾ മാത്രം ആലേഖനം ചെയ്താൽ സാകല്യാവസ്ഥ വരില്ല എന്ന് അദ്ദേഹം വാദിക്കുന്നു. സമൂഹത്തെക്കുറിച്ച് കലാകാരന് നല്ല അറിവുണ്ടായിരിക്കണം. ആ അറിവ് മാർക്സിസ്റ്റുകൾക്കേ ഉണ്ടാകൂ. അതിനാൽ നല്ല കലാകാരന്മാർ മാർക്സിസ്റ്റ് ആയിരിക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെടുന്നു. നല്ല കലാകാരന്മാർ മാർക്സിസ്റ്റ് ആയിരിക്കണമെന്ന് ലൂക്കാച്ച് പറയുന്നു. ടോൾസ്റ്റോയി, ബൽസാക്ക്, തോമസ് മൻ ഇവർ ക്രിട്ടിക്കൽ റിയലിസത്തിന് ഉദാഹരണമാണ് എന്ന് ലൂക്കാച്ച് പറയുന്നു. ഒന്നുകൂടി പറയാം, ബൽസാക്ക്, തോമസ് മൻ എന്നിവ ക്രിട്ടിക്കൽ റിയലിസത്തിന് ഉദാഹരണമാണ്.
സോഷ്യലിസ്റ്റ് റിയലിസം ശ്രേഷ്ഠമാണെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഗോർക്കി, ഷോളോക്കാവ്, അലക്സി എന്നിവരുടെ കൃതികൾ സോഷ്യലിസ്റ്റ് റിയലിസത്തിന് ഉജ്ജ്വല മാതൃകകളാണ്. മാർക്സിൻ്റെ മൂലധനം അദ്ദേഹം ഹംഗേറിയൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തു. ദസ്തോവ്സ്കി, ഷേക്സ്പിയർ എന്നിവരുടെ കൃതികളെ അദ്ദേഹം പരിചയപ്പെടുത്തി. സഞ്ചരിക്കുന്ന ലൈബ്രറികൾ അദ്ദേഹം സ്ഥാപിച്ചു. ഇന്നത്തെ ക്ലാസ് നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. മറ്റൊരു ക്ലാസ്സുമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റുമെല്ലാം പ്രതീക്ഷിക്കുന്നു.